നിങ്ങൾ എൻഡിഎയുടെ ഭാഗമാണ്. നിങ്ങൾ ശരിക്കും എവിടെയാണെന്നുള്ളത് ഒരു ധാരണ. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആദ്യം ഒരു ധാരണ ഉണ്ടാക്കാം. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? അത് ഉത്തരം പറ. എനിക്കറിയില്ല. ഒരു മനുഷ്യന് സ്വതന്ത്ര കാഴ്ചപ്പാട്. സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കും. ഈ രാജ്യത്തെ ജനാധിപത്യ പൗരാവകാശ പ്രശ്നത്തെ മുസ്ലിങ്ങളുടെ കാര്യമാണ് നിങ്ങൾ. ഞാൻ പറയുന്നത്, ഞാൻ ഇത് മനഃപൂർവ്വം ഒഴിഞ്ഞു കളയുന്നത് എന്നെ ബാധിക്കുന്ന വിഷയം അല്ലാത്തതുകൊണ്ടാ. കാരണം ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാകും? ഹാഷ്മി ഒരു നല്ല മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം അത് ചെയ്യില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങൾ ഈ പരിപാടിയിൽ അതിഥിയായി വിളിച്ച ആൾക്കാരോട് എനിക്കെതിരെ എന്തൊക്കെ സംസാരിക്കണമെന്നും ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കണമെന്നും നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ ഉള്ളിലെ പകയും വിദ്വേഷവും എനിക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് നിങ്ങളൊരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. എനിക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. അഖിൽമാരുടെ നിലപാട് മാറ്റം പറയുമ്പോൾ ഗാന്ധിയുടെ നിലപാട് മാറ്റങ്ങളെ പറ്റി പറയും. അഖിൽമാർ ഇവിടുത്തെ കാര്യം അഖിൽമാർ അതൊരു ഒറേറ്ററി സ്കില്ലാണ്. എന്നെ കൊണ്ട് പറയിക്കണ്ട. അഖിൽ വി ഡി സതീശനെ വിമർശിക്കുന്നു, നെഹ്റുവിനെ വിമർശിക്കുന്നു, ഗാന്ധിയെ വിമർശിക്കുന്നു. അഖിൽ എല്ലാവരെയും വിമർശിക്കുന്ന ഏറ്റവും മിടുക്കൻ എന്ന് പറയുന്നു. പക്ഷെ അഖിൽ ആഴ്ചയിൽ അഭിപ്രായം മാറ്റുന്നു. അതൊക്കെ ഈ പി ശശിയുടെ നാടൻ ശൈലിയല്ലോ. ഇന്ന് ചിന്തോ എന്നെ വിളിച്ചോണ്ട് പോയി നാരങ്ങ വെള്ളം മേടിച്ചാൽ ഞാൻ ചിന്തോ കൊള്ളാന്ന് പറയും. ഇതാണ് ഞാൻ പറഞ്ഞത്, വൈറ്റിപ്പഴപ്പാണ്. എന്തുകൊണ്ട് 2020 മാറി? സാബു പൈസ കിട്ടാത്തതുകൊണ്ടും പദവി കിട്ടാത്തതുകൊണ്ടും മാറി വന്നിട്ട് സാബുവിന്റെ ആശയത്തോട് യോജിപ്പുണ്ട്, കാശ് കിട്ടാത്തതുകൊണ്ട് യോജിപ്പില്ല. എന്റെ പൊന്ന് ഹാഷ്മി, ഒരു കാര്യം പറയുന്നു, ഒന്ന് കേട്ടിട്ട് മറുപടി പറ. അത് കണ്ടിട്ടാണോ താങ്കൾ പോയി മത്സരിച്ചത്? എടാ ഇതൊന്ന് പറഞ്ഞോട്ടെന്ന് അങ്ങനാണോ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ നിന്ന് മാറി? ഈ സാധനത്തെ അഖിൽമാരാർ തൃക്കാക്കരയിൽ പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചു? പുറത്തു വന്നു. ആഷ്മി ഇവിടോട്ട് നിലപാടില്ലായ്മയുടെ അപ്പോസ്തലാവുന്നു. ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോ. നമ്മുടെ രാജഗുരു പരാജയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ പരാജയം സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ മാന്യത കാണിച്ചോ? ഇല്ല. പകരം നിങ്ങളുടെ മൈക്കിന്റെ വോളിയം കൂട്ടിവെച്ച് എന്റെ മൈക്കിന്റെ വോളിയം താഴ്ത്തി വെച്ച് അടിച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ആവർത്തിച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോഴും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഒന്ന് പുറത്തു വിടാനുള്ള മാന്യത നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാ നോക്കൂ, പ്രസവം എന്ന് പറയുന്ന മരണവേദനയ്ക്ക് ശേഷം ഏറ്റവും വലിയ വേദന എന്ന് സയൻസ് പറയുന്ന പ്രസവം എൻജോയബിൾ ആണ് എന്ന് അഖിൽ എങ്ങനെ മനസ്സിലാക്കി? അഖിൽ പ്രസവിച്ചോ? അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ പിന്നീട് ഒരിക്കൽ പ്രസവിച്ച സ്ത്രീ പിന്നീട് ഒരിക്കലും പ്രസവിക്കാതിരിക്കണോ? സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണ്? അയ്യോ സർ, ഞാൻ അഭിനയിക്കുന്നതല്ല സർ, തീർച്ചയായിട്ടും അല്ല. ഞാൻ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് സർ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. തന്നോട് ഇറങ്ങി പോകാനല്ലേ? പോട്ടെ സാർ. പിന്നെ ഒരു കാര്യം ചെയ്യാം, രാവിലെ വരാം.